ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാണ് ഇസ്രായേൽ ഖമനീനെ വധിച്ചത്? അത് വളരെ രസകരമായൊരു ചോദ്യമാണ്. നമ്മൾ മൊസാദ് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു കരുത്ത് വിളിച്ചറിയിക്കുന്ന ഒരു ഓപ്പറേഷനാണ് നടന്നത്. അപ്പോൾ അതിൻ്റെ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഖമനൈ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായി മൊസാദ് അറിഞ്ഞുകൊണ്ടേയിരുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഖമനയുടെ എല്ലാ യാത്രാപഥങ്ങളും ഖമനയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ ഇസ്രയേൽ അറിഞ്ഞുകൊണ്ടേയിരുന്നു. എങ്ങനെ എന്നതാണ് ചോദ്യം. അതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്നത്, നമ്മൾ ഓർക്കുന്നത് 2024 ഇതുപോലെ വലിയ ലോകത്തെ ഞെട്ടിച്ചൊരു ഓപ്പറേഷൻ നടത്തി ഹിസ്ബുള്ളയെ തകർക്കാൻ വേണ്ടിയിട്ട് പേജർ ഓപ്പറേഷൻ നടന്നു അല്ലേ. ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം ബെല്ലടിക്കുകയും അതെടുത്തവരെല്ലാം അത് പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. നമ്മുടെ മലയാളിയായ റിൻസൺ ജോസിൻ്റെ വരെ, മാനന്തവാടിക്കാരൻ്റെ വരെ പേര് അതിനകത്ത് വന്ന ഒരു സംഭവം നമുക്കറിയാം. അത് അവർക്ക് എത്ര കൃത്യമായി ഹംഗറിയിലുള്ള നോട്ട ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയെ ഉൾപ്പെടുത്തി ഇങ്ങനെ സ്ഫോടക വസ്തുക്കൾ നിറച്ച പേജറുകൾ എത്തിച്ച് നടത്തിയ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് ലോകം വിസ്മയിച്ചു. അന്ന് ഖമനയും കൂട്ടരും ഈ പറഞ്ഞ വാക്കി ടോക്കി ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഉപേക്ഷിച്ചു. വൈദ്യുതി ഉപകരണങ്ങൾ പോലും ഇറാനിലെ ആളുകൾ ഉപേക്ഷിച്ചു. കാരണം ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഖമനയുടെ പ്രോക്സി ആയിരുന്നു. ഇറാൻ ചെലവും കൊടുത്ത് ആയുധങ്ങൾ കൊടുത്ത് പോറ്റിക്കൊണ്ടിരുന്ന സേനയായിരുന്നു ഹിസ്ബുള്ളയെ തകർത്തതിന് സമാനമായുള്ള ചില കാര്യങ്ങൾ ഇസ്രയേൽ മൊസാദ് ഇറാനിൽ നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്രയേൽ ഇത്തവണ ഉപയോഗിച്ചിരുന്ന ഒരു വിവരങ്ങൾ ചോർത്താൻ ഉപയോഗിച്ചിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ അത്ഭുതകരമായ സംഗതിയാണ്. കാരണം ഇറാനിലുണ്ടായിരുന്ന മുഴുവൻ ട്രാഫിക് ക്യാമറകളും കോംപ്രമൈസ് ചെയ്തിരുന്നു. ഇറാനിലെ എല്ലാ ട്രാഫിക് ക്യാമറകളിൽ നിന്നും കിട്ടുന്ന ദൃശ്യങ്ങൾ കൃത്യമായി മൊസാദിന് പോകുമായിരുന്നു. അങ്ങനെ അത് കോംപ്രമൈസ് ചെയ്തു. അതിൽ നിന്നുള്ള ഡാറ്റ കൃത്യമായി ഇവർ അനലൈസ് ചെയ്തിട്ട് ഇറാനിലെ ഓരോ നേതാക്കന്മാരും എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് കൃത്യമായി കണ്ടെത്തി. പ്രത്യേകിച്ച് ഖമനയുടെ സുരക്ഷാ ചുമതലയുള്ള IRGC, ഖമനയുടെ നിയന്ത്രണത്തിൽ 2 തരം സൈന്യമാണ് ഇറാനിലുള്ളത്. ഒന്ന് ഖമനയുടെ നേതൃത്വത്തിലുള്ള IRGC, പിന്നെ സാധാരണ ഇറാൻ പട്ടാളം. അപ്പോൾ IRGC ആണ് ഇയാളുടെ സുരക്ഷ നോക്കിയിരുന്നത്. ഇവരുടെ മുഴുവൻ കാര്യങ്ങളും ട്രാക്ക് ചെയ്ത് ഒരു ആധുനിക അൽഗോരിതം ഉപയോഗിച്ച് ഇവരുടെ വീടുകൾ, ഇവരുടെ ഡ്യൂട്ടി ടൈം, ഇവരാരൊക്കെ എവിടെയൊക്കെ പോകുന്നു, ഇദ്ദേഹം സഞ്ചരിക്കുന്ന സഞ്ചാരപഥം എന്താണ്, ഇതെല്ലാം കൃത്യമായി അനലൈസ് ചെയ്ത് ഒരു ഡാറ്റ ഉണ്ടാക്കി കൃത്യമായി ഖമനൈ എന്തൊക്കെ ചെയ്യും എന്ന് കണ്ടെത്തിയിരുന്നു. ഒന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നും. കാരണം ഇറാനിലെ ഒരു മുൻ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വിവരം കിട്ടി, ഇറാനിൽ വ്യാപകമായി മൊസാദ് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് മൊസാദ് എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്താനായിട്ട് ഞങ്ങൾ ഒരു പ്രത്യേക സേനയെ സംഘടിപ്പിച്ചു. ഒരു പ്രത്യേക വിഭാഗത്തെ ഉണ്ടാക്കി. 20 പേരുള്ള വിഭാഗമായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ തലവൻ ഉൾപ്പെടെ ആ 20 പേരും മൊസാദായിരുന്നു. ഇറാനിലെ മുൻ മന്ത്രി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. അപ്പം മൊസാദ് ആരാണ് ഇറാൻ പക്ഷമാരാണ്, ഇസ്രയേൽ പക്ഷമാരാണ് എന്നറിയാതെ വല്ലാത്ത തോതിൽ ഇസ്രയേൽ ഇറാനിൽ ചാരപ്രവർത്തി നടത്തും. മൊസാദിൻ്റെ ഒരു പ്രസിദ്ധമായ കോട്ടിംഗ് ഉണ്ട്, ഞങ്ങൾക്ക് ജെറുസലേം എങ്ങനെ അറിയാമോ അതുപോലെ ടെഹ്റാൻ അറിയാം. കാരണം ജെറുസലേം ഇസ്രയേലിൻ്റെ സ്ഥലമാണ്. അവിടെ എൻ്റെ വീട് എനിക്കറിയാവുന്നതുപോലെ പ്രിയൻ്റെ വീട് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന മുക്കും മൂലയും, അവിടെ നടക്കുന്ന എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പരസ്യമായി മൊസാദ് പറഞ്ഞു. മൊസാദ് പറയുന്നതുകൂടി ഇറാൻ വളരെ വല്ലാത്ത ജാഗ്രത എടുത്തു. എന്നിട്ടാണ് നേരത്തെ പറഞ്ഞ 20 അംഗ ഈ മൊസാദിനെ പിടിക്കാനുള്ള രഹസ്യ സംഘം ഉണ്ടാക്കി. അതിനൊരു തലവനെയും വെച്ചപ്പോൾ ആ തലവൻ ഉൾപ്പെടെ 19 പേരും മൊസാദായിരുന്നു. എന്നിട്ട് ഒരുപാട് പേരെ നാട് കടത്തുകയും ഒരുപാട് പേരെ ശിക്ഷിക്കുകയൊക്കെ ചെയ്തു. ചിലരൊക്കെ മൊസാദിൻ്റെ ആളുകളൊക്കെ രക്ഷപ്പെട്ടു പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ വല്ലാതെ ഈ ചാര വലയത്തിൽപ്പെട്ട് ഞെരുങ്ങിയ ഒരു രാജ്യമായിരുന്നു ഇറാൻ. അതിന് ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നോക്കൂ. ഈ ഖമനയ്ക്ക് എത്ര വയസ്സുണ്ട്? 84 വയസ്സല്ലേ. അദ്ദേഹം വലിയ പ്രായമുള്ള ആളുകളാണ്. ഈ അവരുടെ ഷൂറ ഉൾപ്പെടെയുള്ള ഈ പരമോന്നത സമിതിയിലെ അംഗങ്ങളൊക്കെ പ്രായം ചെന്നവരാണ്. പ്രായം ചെന്ന ആളുകൾക്ക് സാധാരണ വരുന്ന ഒരു അസുഖം എന്താണെന്നറിയോ? ദന്തരോഗം വരും. പല്ല് കേടാവുമ്പോഴത്തേക്ക് അവിടെ പോയി പല്ല് ഇംപ്ലാന്റ് ചെയ്യും, റൂട്ട് കനാൽ ചെയ്യും ഒക്കെ ചെയ്യും. അങ്ങനെ ദന്തിസ്റ്റുകളുടെ വേഷത്തിൽ ഇറാനിൽ ഉണ്ടായിരുന്നത് നല്ല ശതമാനം മൊസാദിൻ്റെ ആളുകളായിരുന്നു എന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്യുന്നറിയോ? ഇവരെയൊക്കെ ഈ സാധനം ഗ്യാസ്ട്രോയിലുള്ള ഡോക്ടർമാർ, അതുപോലെ ഈ പല്ലിൻ്റെ ചികിത്സയ്ക്കായി പ്രവർത്തിച്ചിരുന്ന ഡോക്ടർമാരെ ഒരുപാട് പേരെ മൊസാദ് വാടകയ്ക്കെടുത്തിരുന്നു, അല്ലെങ്കിൽ മൊസാദിൻ്റെ ചാരന്മാരായിരുന്നു. അപ്പോൾ റൂട്ട് കനാലൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ചെറിയൊരു മൈക്രോ ചിപ്പ് നേരെ പല്ലിൻ്റെ അകത്ത് ഇംപ്ലാന്റ് ചെയ്യും.
അപ്പം നമ്മൾ പറയുമ്പോൾ വലിയ അതിശയോക്തി എന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ഓർക്കണം, പേജർ ആക്രമണം അതെ കൃത്യമായി ഇവരെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ചു. അതെ ഹിസ്ബുള്ളയ്ക്ക് പേജർ വേണമെന്ന് തീരുമാനിക്കുന്നു, പേജർ അവർ ഓർഡർ ചെയ്യുന്നു, പല കമ്പനികൾ ലേലത്തിൽ പങ്കെടുക്കുന്നു. BAC കൺസൾട്ടൻസി എന്ന് പറഞ്ഞൊരു കമ്പനി ഏറ്റവും ലോവസ്റ്റ് കോട്ട് കൊടുക്കുന്നു, ആ കമ്പനിക്ക് കരാർ കൊടുക്കുന്നു. ആ കമ്പനി എന്ത് ചെയ്യുന്നു, നോർട്ട ഗ്ലോബലിന് ഇത് ഉൽപ്പാദിപ്പിക്കാനുള്ള ജോലി ഏൽപ്പിക്കുന്നു. അങ്ങനെ പേജറുകൾ നിർമ്മിക്കുന്നു, 10,000-കണക്കിന് പേജറുകൾ നിർമ്മിച്ച് അത് ഹിസ്ബുള്ള ലിബനോനിലേക്ക് കൊണ്ടുവരുന്നു. സർ 3 ഗ്രാം സ്ഫോടക വെറും 3 ഗ്രാം മാത്രമാണ്. നമ്മുടെ പടക്കത്തിൽ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അത്രേ പക്ഷെ ഉള്ളൂ. അതിന്റെ കംപ്രസ് ചെയ്ത് വെച്ചിരുന്ന ടെക്നോളജിയാണ് അതിന് ഇത്ര വലിയ അല്ല, സ്ഫോടനം കംപ്രസ് ചെയ്ത് ടെക്നോളജി അവിടെ നിൽക്കട്ടെ. നോക്കൂ, ആദ്യം ഹിസ്ബുള്ളയെ കൊണ്ട് തോന്നിപ്പിക്കുന്നു ഞങ്ങൾക്ക് പേജർ വേണം എന്ന് തോന്നിപ്പിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറേ പേജറുകൾ വാങ്ങണമെന്ന് തീരുമാനമെടുക്കുന്ന ആൾ ഒന്നുകിൽ മൊസാദിൻ്റെ ആളാണ്, അല്ലെങ്കിൽ തീരുമാനം എടുത്തിട്ട് മൊസാദിനെ അറിയിക്കുന്നു. അപ്പോൾ മൊസാദ് റെഡിയാവുന്നു, ഇവർ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേപ്പർ കമ്പനികൾ ഉണ്ടാക്കുന്നു, ഷെൽ കമ്പനികൾ ഉണ്ടാക്കുന്നു, ഇത് കൊട്ടേഷൻ അയക്കുന്നു. എന്നിട്ട് ഏറ്റവും ലോവസ്റ്റും ഏറ്റവും ഉയർന്ന സ്പെസിഫിക്കേഷനുമുള്ള സാധനം ഞങ്ങൾ തരാമെന്ന് പറയുന്നു. ആ കരാർ മേടിക്കുന്നു, എന്നിട്ടുണ്ടാക്കുന്നു. അപ്പോൾ എത്ര കാലത്തെ ഒരു ബുദ്ധിയാണ്! അത്തരം കാര്യങ്ങൾ ചെയ്തവരാണ് മൊസാദ്. അതുകൊണ്ട് മൊസാദ് വർഷങ്ങളായിട്ട് ടെഹ്റാനിലെ മുഴുവൻ ട്രാഫിക് ക്യാമറകളും ജാം ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഡാറ്റകൾ മുഴുവൻ ഇസ്രായേലിലേക്ക് പോവുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പിന്നെ ദന്ത ഡോക്ടർമാരെ ഉപയോഗിച്ച് പല്ലുകൾക്കുള്ളിൽ ദന്ത ചികിത്സ തേടി ചിലപ്പോൾ ഖമനയുടെ പല്ലിനകത്ത് ചിപ്പുണ്ടായിരുന്നിരിക്കും. കാരണം ഇതിനു മുമ്പ് ഒരു ആക്രമണം നടത്തി അയാളുടെ കൈ പോയതാണ്. അപ്പോൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ കൃത്യമായി ഖമനയെ ട്രേസ് ചെയ്ത് വട്ടം വരച്ച് അതിനകത്താക്കി നിർത്തിയിരിക്കുകയായിരുന്നു. അത് മാത്രമല്ല, ഈ ആക്രമണം പുലർച്ചെ 6 മണിക്കാണ് നടക്കുന്നത്. 6 മണിക്ക് തൊട്ട് മുമ്പ് ടെഹ്റാനിൽ നടന്നൊരു സംഭവം, അവിടുത്തെ കംപ്ലീറ്റ് മൊബൈൽ ടവറുകളും നിർജ്ജീവമായി. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനം, ടെലികമ്മ്യൂണിക്കേഷൻ നിലച്ചു. അതാണ് ഏറ്റവും പ്രധാനം. അതായത് ഒരു ആക്രമണം നടത്തിയാൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനം ആദ്യം തകർത്തു. അതിനുശേഷം നോക്കൂ, വളരെ കൃത്യമായി ബീത്ത് റഹ്ബാരി എന്ന് പറയുന്ന ഖമനയുടെ ഒഫീഷ്യൽ റെസിഡൻസി, ഇറാൻ പ്രസിഡന്റിൻ്റെ റെസിഡൻസി അവിടെ തന്നെയാണ്. അവിടെയുള്ള ഉസൈനിയ എന്ന് പറയുന്ന ഒരു സ്ഥലം, ഉസൈനിയയിലാണ് മീറ്റിങ്ങുകൾക്ക് ചേരുന്നത്. ബങ്കറോടെ ചേർന്ന സ്ഥലമാണ്. അവിടെ ബങ്കറിലൊരു മീറ്റിംഗ് ചേരുന്നു. ആ മീറ്റിംഗ് ചേരുന്നത് പോലും ഇസ്രായേൽ അല്ലെങ്കിൽ മൊസാദ് സംഘടിപ്പിച്ച ആസൂത്രണം ചെയ്ത മീറ്റിംഗ് ആണോ എന്നിപ്പോൾ സംശയിക്കപ്പെടുന്നുണ്ട്. കാരണം അവിടെയുണ്ട് ഖമനയുണ്ട്. ഖമനയി ഉള്ളതുകൊണ്ട് ഖമനയെ കാണണം എന്ന് പറഞ്ഞ് ബാക്കിയുള്ള IRGCയുടെ ഉന്നതർക്കും ബാക്കിയുള്ളവർക്കും മെസ്സേജ് പോകുന്നു. അവരെല്ലാം കൂടെ ഖമനയെ കാണാൻ അവിടെ ചെല്ലുന്നു. കൃത്യം പ്രസിഷൻ സ്ട്രൈക്ക്, അവിടെ തന്നെ ആ കെട്ടിടം തന്നെ ലാക്കാക്കി കൃത്യമായി മിസൈലുകൾ വർഷിക്കുന്നു. അങ്ങനെ ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ അയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെടുന്നു. ഇതാണ് ഈ കൃത്യമായി നടന്നൊരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ ഇതൊക്കെ ക്രൈം ത്രില്ലർ പോലെയോ ജെയിംസ് ഹാർഡ്ലി ചേസൻ്റെ അല്ലേ, അല്ലെങ്കിൽ അഗാഥ ക്രിസ്റ്റി എഴുതിയ, അല്ലെങ്കിൽ ഷെർലക് ഹോംസ് എഴുതിയ കുറ്റാന്വേഷണ കഥകളിലെ പോലെ തോന്നും. പക്ഷേ മൊസാദ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഒരു ആണവ ശാസ്ത്രജ്ഞനായിരുന്ന മൊഹ്സിൻ ഫക്രിസാദെ കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? ആർക്കും അറിയത്തില്ല. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. AI ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു തോക്ക്, മെഷീൻ ഗൺ, അതൊരു ട്രക്കിൽ പിടിപ്പിച്ചത്. ആ ട്രക്കിൽ അപ്പോൾ ഈ മൊഹ്സിൻ ഫക്രിസാദെ വരുന്ന റൂട്ട് കൃത്യമായി പഠിച്ചിട്ട് ഈ ട്രക്ക് ആ വരുന്ന വഴിയിൽ പാർക്ക് ചെയ്തു. എന്നിട്ട് ഇയാൾ കടന്നു പോകുമ്പോൾ, അവരുടെ ആണവശാസ്ത്രജ്ഞനാണ്, കടന്നു പോകുമ്പോൾ സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നൽ കൊടുത്തിട്ട് നിർമ്മിത ബുദ്ധിപ്രകാരം പ്രവർത്തിക്കുന്ന തോക്ക് കൊണ്ട് ഇയാളെ ഫയർ ചെയ്തതിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഈ ട്രക്ക് ഒന്ന് പൊട്ടിത്തെറിച്ചു പോയി. അപ്പോൾ ഇതൊക്കെ നോക്കൂ, നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്നതാണ്. ഒരാളെ ട്രാക്ക് ചെയ്യുന്നു, അയാൾ വരുന്ന വഴിയിലേക്ക് ഒരു ട്രക്ക് പാർക്ക് ചെയ്യുന്നു, ട്രക്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു തോക്കുണ്ട്, ആ തോക്കിനെ നിയന്ത്രിക്കുന്ന സാറ്റലൈറ്റ് വഴിയാണ്, എന്നിട്ട് ഫയർ ചെയ്യുന്നു, അയാളെ കൊന്നു കഴിഞ്ഞപ്പോൾ വേറൊരു തെളിവും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രക്ക് എക്സ്പ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഇംഗ്ലീഷ് സിനിമകൾ നമ്മൾ കണ്ടു, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന വേഗത്തിൽ, ചിന്തിക്കാൻ കഴിയാത്ത വേഗത്തിൽ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ആഴത്തിലും പരപ്പിലും ചിന്തിച്ചിട്ടാണ് ഖമനയെ ഫിനിഷ് ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ ഇത് ഖമനയുടെ ഓപ്പറേഷൻ ഖമനൈ, അപ്പോൾ അവരിട്ടിരിക്കുന്ന പേര് ഓപ്പറേഷൻ ലയൺസ് റോർ, സിംഹഗർജനം എന്നാണ് ഇസ്രായേൽ ഇട്ടിരിക്കുന്ന പേര്. അമേരിക്ക ഇട്ടിരിക്കുന്ന പേര് വേറെയാണ്. ഇസ്രായേലിൻ്റെ പേര് സിംഹത്തിൻ്റെ ഗർജനം എന്ന് പറയുന്ന ഈ ഗർജനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണത്തിൽ, അവരുടെ ആദ്യ ആക്രമണത്തിൽ തന്നെ ഖമനൈ ഉൾപ്പെടെ, ഖമനയുടെ ഏറ്റവും വിശ്വസ്തരുൾപ്പെടെ, IRGCയുടെ തലവന്മാരുൾപ്പെടെ കൊല്ലാൻ കഴിഞ്ഞു എന്നുള്ള വലിയ നേട്ടമാണ്. ഒരു സേനയുടെ
പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തീർക്കാന്നുള്ളത്. എന്തുകൊണ്ട് പെഷസ്കിയാൻ രക്ഷപ്പെട്ടു എന്നുള്ളത് അറിയത്തില്ല. നമ്മൾ ആദ്യം കിട്ടിയ വിവരം അനുസരിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാണ് നമ്മൾ ചെയ്തത്. പക്ഷേ പ്രസിഡന്റ് ആയിരുന്നില്ല, ഖമനേയി ആണെന്ന് അറിയാൻ പിറ്റേ ദിവസം വേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഭാഗികമായി ശരിയായിരുന്നു. ഒരാക്രമണം നടന്നു, ഹുസൈനിയ ആക്രമിക്കപ്പെട്ടു. ഹുസൈനിയയിൽ ഒരു പരമോന്നത നേതാവ്, അത് പ്രസിഡന്റ് എന്ന് കരുതി, കാരണം നമ്മൾ മനസ്സിലാക്കിയ ബങ്കറുകളിലേക്ക് ഖമനേയിയെ മാറ്റിയിട്ടുണ്ട്, ലബിസാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രസിഡന്റാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് നമ്മളെല്ലാം കരുതി. ഒരുപക്ഷെ നമ്മളാണ് ആദ്യം അവിടെ ഒരു വലിയ നേതാവ് ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ചെയ്തത്. അത് കാരണം നമ്മൾ അങ്ങനെ വിശ്വസിക്കാൻ കാരണം കഴിഞ്ഞ തവണ പെഷസ്കിയാന്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ആക്രമണം നടത്തുകയും അവിടുന്ന് പെഷസ്കിയാൻ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. മാത്രമല്ല വേറെ കാര്യമുണ്ട്, പ്രേക്ഷകരോട് പറയാമല്ലോ, ഈ ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളൊക്കെ എത്ര തവണ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഖമനേയി കൊല്ലപ്പെട്ടു എന്നൊരു നമ്മളൊരു വീഡിയോ ചെയ്താൽ ആരും ഒന്നും കാണില്ലായിരുന്നു, പിറ്റേ ദിവസം സ്ഥിരീകരിക്കുന്നവരെ. പിന്നെ കേട്ടിട്ടുണ്ട് കുറേ കേട്ടിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഏതായാലും നമുക്ക് കൃത്യമായി പറയാൻ പറ്റുന്നത് മൊസാദിൻ്റെ പിഴവില്ലാത്ത ദീർഘകാല ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഖമനേയിയെ കൊന്നത് എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു. പേജർ ആക്രമണം പോലെ തന്നെ വലിയ തോതിലുള്ള ആസൂത്രണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളും റോഡിലൂടെയൊക്കെ സഞ്ചരിക്കുന്നു, ട്രാഫിക് ക്യാമറകൾ നമ്മുടെയൊക്കെ ചിത്രം എടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരാളെ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് അയാൾ പോകുന്ന വഴിയൊക്കെ റൂട്ട് ചെയ്ത് മനസ്സിലാക്കി അത് ശാസ്ത്രീയമായി പഠിച്ച് അതിനൊരു പ്ലാൻ ഉണ്ടാക്കി നടപ്പാക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ റിസ്ക്കുള്ള, വലിയ ഭാവന വേണ്ടുന്നൊരു ആസൂത്രണം. വലിയ ഭാവനയോടെ ഖമനേയിയെ ഇസ്രായേൽ കൊലപ്പെടുത്തി എന്ന് പറയാം. പക്ഷേ അതിനകത്ത് നമ്മൾ പറയേണ്ട ഒരു കാര്യം, എപ്പോഴും ഓർമ്മിക്കുന്നത് മൊസാദിൻ്റെ മറ്റേ മുദ്രാവാക്യമാണ്. അതായത് ജെറുസലേം പോലെ ഞങ്ങൾക്ക് ടെഹ്റാൻ സുപരിചിതമാണ് എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ കഴിവത്രയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അവരുടെ തലസ്ഥാനം പോലും ചാരക്കണ്ണുകളിൽ നിന്ന് മുക്തമാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു ഹാൻഡിക്യാപ്പ് അല്ലേ, എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും ഖമനേയി കൊല്ലപ്പെട്ടതിൻ്റെ വിശദവിവരങ്ങൾ പതുക്കെ ഇന്നിപ്പോൾ വാർത്തകളിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഈ ട്രാഫിക് ക്യാമറ സ്റ്റോറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെയുള്ള പുതിയ കഥകൾ ഇനി മൊസാദിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് യുദ്ധം ശമിക്കുന്നതോടെ പുതിയ കഥകൾ പുറത്തു വരും. നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അപ്പോൾ ഏതായാലും ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ ഓർമ്മിക്കുക, അത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.